തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഡിസംബർ 9-ന് തെരഞ്ഞെടുപ്പ് നടക്കുക. പരസ്യ പ്രചാരണം നാളെ വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. കൊട്ടിക്കലാശം ഉൾപ്പെടെയുള്ള സമാപന പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പരസ്യ പ്രചാരണം നാളെ 6 മണിയോടെ അവസാനിക്കുകയാണ്. ആദ്യഘട്ടത്തിലുള്ള വോട്ടെടുപ്പാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടെ കാണുന്നുണ്ട്. പക്ഷേ ഈ സംസ്ഥാന തലത്തിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ജനകീയ വിഷയങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രാദേശിക വിഷയങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും അധികം പ്രാധാന്യം നേടുക. അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്ത് പറയുന്നു, എങ്ങനെ ആലോചിക്കുന്നു, പ്രചാരണമൊക്കെ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? വിജയൻ, ജിൽസി, എന്തായാലും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് നാളത്തോടുകൂടി കൊട്ടിക്കലാശം അവസാനിക്കുക. മറ്റന്നാൾ രഹസ്യമായി എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തി അവസാനഘട്ട വോട്ട് ഒക്കെ പരസ്യമല്ലാതെ ഉള്ള പ്രചരണത്തിലേക്ക് ആണ് സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ മുന്നണി പ്രവർത്തകരും ഒക്കെ കടക്കുക. ഒപ്പം 9-ാം തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. എന്തായാലും ജിൽസി സൂചിപ്പിച്ചതുപോലെ വിവിധ വിഷയങ്ങൾ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. അതൊക്കെ പക്ഷേ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള മാസ് വിഷയങ്ങളായി വന്നതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലെ പ്രാദേശികമായ പല വിഷയങ്ങൾ ഒക്കെയാണ് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും നിർണായകമാകാറുള്ളത്. അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ഈ മുന്നണികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ, വ്യക്തിപരമായ വിഷയങ്ങൾ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായി മാറാറുണ്ട്. അത് വോട്ട് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കാറുമൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും താഴെ തട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത്. അങ്ങനെയായിരിക്കും വോട്ട് എങ്ങനെ ഉറപ്പിക്കും എന്ന കാര്യത്തിൽ ഒക്കെയുള്ള തീരുമാനം ആ വിഷയങ്ങളാണ് എടുക്കുക എന്നതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഈ സംസ്ഥാന തലത്തിൽ തന്നെ ഉയർന്ന വിഷയം ആദ്യഘട്ടത്തിൽ ഒന്ന് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഉയർത്താനുള്ളൊരു ശ്രമം അത് UDF-ന്റെയും BJP-യുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. ഒപ്പം തന്നെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി ചർച്ചയായിരുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് ചർച്ചയാകുന്നു. പീഡന പരാതിയായി ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ, മുൻകൂർ ജാമ്യാപേക്ഷ, അങ്ങനെയുള്ള വിഷയങ്ങൾ, രണ്ടാമത്തെ പരാതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമാക്കാൻ LDF വളരെ പ്രധാനമായും ശ്രമിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ആ പ്രചാരണ രീതി തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് മിനിഞ്ഞാന്നോടുകൂടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ പാടെ തന്നെ ആ പ്രചരണ രീതി മാറ്റാനുള്ളൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പൂർണ്ണമായും എത്തുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതിരോധം, ആ പ്രതിരോധം മറികടന്ന് രാഹുലിനെ പുറത്താക്കിയത് CPM-നെതിരെ ആയുധമാക്കാനുള്ളൊരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ആ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നിലവിൽ എന്തായാലും നടക്കുന്നത്. എന്തായാലും 7 ജില്ലകളിൽ 9-ാം തീയതി ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. നാളെ അതിന്റെ കൊട്ടിക്കലാശം ആവേശത്തിൽ തന്നെ നടക്കാനാണ് സാധ്യത. ജിൽസി.